ഹലോ എവരിബഡി, ഞാൻ രേഖ. എൻ്റെ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ എന്ന സ്ഥലത്താണ്. എനിക്ക് പക്ഷേ വീട്ടിൽ നഴ്സറി ഒന്നുമില്ല. ഞാൻ ഓൺലൈൻ സെയിൽ മാത്രമാണ് നടത്തുന്നത്. പലരും എൻ്റെ സ്ഥലവും വീട്ടിൽ വന്നാൽ പ്ലാന്റ്സ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയും പറഞ്ഞത്. എനിക്ക് ഓൺലൈൻ സെയിൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അത് ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഇത് മാത്രം നടത്തുന്നത്. രാജം പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും തന്ന കോൺഫിഡൻസ് കൊണ്ടാണ് എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഇങ്ങനെ വീഡിയോ എടുക്കാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ എനിക്ക് പറ്റുന്നത്. അപ്പം എനിക്ക് 1K സബ്സ്ക്രൈബർ ആയപ്പോൾ നിങ്ങളെല്ലാം ഞാൻ മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ 2 പേർക്ക് ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നതിനെക്കുറിച്ചും പിന്നെ കുറച്ച് പ്ലാന്റ്സ് സെയിലിനായിട്ടുമുണ്ട്. ഇത് രണ്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ എൻഡ് വരെ കണ്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ പ്ലാൻസ് എല്ലാം അയക്കുന്നത് DTDC കൊറിയർ ത്രൂ ആണ്. ആർക്കെങ്കിലും സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ അതും അവൈലബിൾ ആണ്. GPay ആണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത്. വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. പ്ലാൻസിനെല്ലാം തന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. എല്ലാവർക്കും ഓസ്പീഷ്യസായ ഈ ടൈം തന്നെയാണ് ഫ്രീ പ്ലാന്റ് അനൗൺസ് ചെയ്യാൻ നല്ലതെന്ന് എനിക്ക് തോന്നി. അതാണ് കുറച്ച് വൈകിയത്. ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ഇടുന്നവരിൽ നിന്നും ഒരാളെ ലോട്ട് സിസ്റ്റത്തിലൂടെ എടുത്തിട്ട് ആ ആളിനാണ് ഫ്രീ പ്ലാന്റ് കിട്ടുക, ഒരു ഫ്രീ പ്ലാന്റ് കിട്ടുക. അപ്പോൾ അതിന് ഈ വീഡിയോയുടെ അടിയിൽ ഒരു ആഴ്ചത്തെ കമൻറ്റ്, ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് അടുത്ത സാറ്റർഡേ വരെയുള്ള കമൻറ്റുകൾ നോക്കിയിട്ട് നെക്സ്റ്റ് വീഡിയോ എന്ന് വെച്ചാൽ നെക്സ്റ്റ് വീക്കിലെ വീഡിയോയിൽ അനൗൺസ് ചെയ്യും. സൺഡേ വരുന്ന വീഡിയോയിലായിരിക്കും മിക്കവാറും അനൗൺസ് ചെയ്യുക വിന്നറുടെ പേര്. ഈ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് നിങ്ങൾക്കിടാം. അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് മുൻപ് ഒരു ഷോർട്സ് ഇട്ടിരുന്നു, ആ ഷോർട്സിലിട്ട ലോട്ടസിൻ്റെ പേര് കമൻ്റായിട്ട് ഇടാം. അങ്ങനെ ഇടുന്ന സെലക്ട് ആകുന്ന ആളിന് കിട്ടുന്നത് ഈ ബാർബി റെഡിൻ്റെ പ്ലാന്റ് ആയിരിക്കും. ഈ കാണുന്ന സെയിം പ്ലാന്റാണ് അയച്ചു തരുന്നത്. കൊറിയർ ചാർജ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഈ സെയിം സൈസുള്ള സെയിം ബാർബി റെഡിൻ്റെ പ്ലാന്റാണ് കിട്ടുക. ഒരാഴ്ചയാണ് ടൈം ഉണ്ടാവുക. കമൻ്റെല്ലാം നോക്കിയിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം അടുത്ത ആഴ്ച അനൗൺസ് ചെയ്യും വിന്നർ ആരാണെന്ന്. ഇത് കമൻ്റ് ഇടുന്ന ആളെ സെലക്ട് ചെയ്ത ആളിനാണ് കിട്ടുന്നത് ഈ പ്ലാന്റ്. അടുത്ത ഒരു ഫ്രീ പ്ലാന്റ് തരുന്നത്, ഒരുപാട് ആൾക്കാർ എന്നോട് പ്ലാൻസ് വാങ്ങിയിട്ടുണ്ട്. ആ പ്ലാൻസ് വാങ്ങിയവരിൽ നിന്നും ലോട്ടിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ആ ആളിനും ഒരു ഫ്രീ പ്ലാന്റ് അയക്കുന്നുണ്ട്. ആ ഫ്രീ പ്ലാന്റ് ഇതാണ്. വൈറ്റ് ബ്യൂട്ടി എന്നോ ഒക്കെ പറയുന്ന ഈ കലാത്തിയ പ്ലാന്റാണ് ആ ആളിന് പ്രൈസായി കിട്ടുക. നല്ല ഹെൽത്തി പ്ലാന്റാണ്. നല്ല വൈറ്റ് കളർ ലൈൻസൊക്കെ ഉണ്ട്. ഒരു ചെറിയ മെറൂൺ കളറൊക്കെ നടുക്കൂടൊക്കെയുള്ള ഈ കലാത്തിയ പ്ലാന്റാണ് ആ രണ്ടാമത്തെ വിന്നറിന് കിട്ടുന്ന പ്ലാന്റ്. ഒരിക്കൽ കൂടി 2 പേർക്കാണ് ഫ്രീ പ്ലാന്റ് തരുന്നത്. ബാർബി റെഡിൻ്റെ പ്ലാന്റ് കമൻ്റ് ഇടുന്നവരിൽ നിന്നും സെലക്ട് ആകുന്ന ആളിനും, ഈ കലാത്തിയ പ്ലാന്റ് പ്ലാൻസ് വാങ്ങിയവരിൽ നിന്ന് സെലക്ട് ആകുന്ന ആളിനുമാണ് തരുന്നത്. ഇനിയും സെയിലിനായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് നമുക്ക് നോക്കാം. സെയിലിനായിട്ടുള്ള ആദ്യത്തെ പ്ലാന്റ് ഗരുഡ വൈറ്റിൻ്റെ ഈ പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ 2 ഷൂട്ട്സ് പ്ലാന്റിന് പ്രൈസ് വരുന്നത് 420 രൂപ, 420 റുപ്പീസാണ്. ഇപ്പോൾ സിംഗിൾ ഷൂട്ടായിട്ട് വേണമെങ്കിൽ 220 റുപ്പീസ്, 220 രൂപയാണ് പ്രൈസായിട്ട് വരുന്നത്. സീഡ്ലിങ്സ് അല്ല, മെച്ചുവേർഡ് പ്ലാന്റുമല്ല, മീഡിയം സൈസിൽ വരുന്ന ഈ പ്ലാന്റ്സ് ആണ്. സെയിം സൈസ് പ്ലാന്റ്സ് ആണ് അയക്കുക വേണ്ടവർക്ക്. അടുത്തത് വരുന്നത് 3 പ്ലാന്റിൻ്റെ കോംബോയാണ്. സീഡ്ലിങ്സ് ആണ്, നെറ്റ് പോട്ട് സൈസ് പ്ലാന്റ്സ് ആണ് 3ഉം വരുന്നത്. ട്രൈ കളറിൻ്റെ പ്ലാന്റ്, സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ്, തായ് റെഡിൻ്റെ പ്ലാന്റ്, ഈ 3 അഗ്ലോണിമയാണ് കോംബോ ആയിട്ട് തരുന്നത്. ഇതിനി സിംഗിളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആണ്. കോംബോയ്ക്ക് പ്രൈസ് വരുന്നത് 360 രൂപ, 360 റുപ്പീസാണ്. തായ് റെഡിൻ്റെ പ്ലാന്റും ജയ്പോങ് റെഡിൻ്റെ പ്ലാന്റും ഒക്കെ വലിയ വ്യത്യാസമില്ല, നേരിയ വ്യത്യാസമേ ഉള്ളൂ ചെറുതാവുമ്പോൾ കാണാൻ.
ഈ 3 പ്ലാന്റ്സിൻ്റെയും കൂടെ പ്രൈസ് 360 റുപ്പീസ്. സിംഗിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വിലയ്ക്ക് മാറ്റം വരും. ചില പ്ലാന്റ്സിന് വില കൂടുതലും ചിലതിന് വില കുറവുമാണ്. അപ്പോൾ സിംഗിൾ ആവുമ്പം വിലയ്ക്ക് പ്രൈസിന് മാറ്റം വരും. അടുത്ത പ്ലാന്റ് വരുന്നത് ഫയർ റെഡിൻ്റെ ഈ പ്ലാന്റാണ്, അഗ്ലോണിമയാണ്. നല്ല മിഡിലിൽ കൂടെ റെഡ് കളറൊക്കെയുള്ള ഈ പ്ലാന്റ് 2 ഷൂട്ട്സ് ആണിപ്പോൾ ഉള്ളത്. 2 ഷൂട്ട്സിന് പ്രൈസ് വരുന്നത് 260 രൂപ, 260 റുപ്പീസാണ്. ഇനി ഇത് സിംഗിൾ പ്ലാന്റായിട്ട് വേണമെങ്കിൽ ഇതിന് പ്രൈസ് വരുന്നത് 150 റുപ്പീസാണ്, 150 രൂപ. 2 ഷൂട്ട് എല്ലാത്തിലും ഒരേ സൈസിലുള്ള 2 ഷൂട്ട്സ് ആകണമെന്നില്ല. ഒരു വലിയ ഷൂട്ടും ഒരു ചെറിയ ഷൂട്ടും അങ്ങനെയും ഉള്ളവയായി ഉണ്ട്. അപ്പം നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. 2 എണ്ണം കൂടെ ഒന്നിച്ച് വാങ്ങിയാൽ പോലും അതിന് അധികം വിലയാകുന്നില്ല. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഇതെല്ലാം നമ്മൾ സെയിലിനായിട്ടും അയക്കാനുള്ള സൗകര്യത്തിന് ചെറിയ പോട്ടിൽ വെച്ചത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഗ്രീൻ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഐഡിയ അറിഞ്ഞുകൂടാ. ഗ്രീൻ വെറൈറ്റിയുടെ നല്ല ഇങ്ങനെ ചെതറി കിടക്കുന്ന പോലെ വെള്ള കളറ് ഉള്ള ഒരു പ്ലാന്റാണ് ഈ അഗ്ലോണിമ. നല്ല നീളമുള്ള ഇലകളാണ്. നീളമുള്ള ഇലകൾ ഇങ്ങനെ താഴോട്ട് കിടക്കുന്ന തരത്തിലുള്ളതാണ് ഈ ഗ്രീൻ അഗ്ലോണിമ. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് ഇത്. നമുക്ക് വീട്ടിലൊക്കെ ഒരു 2 പ്ലാന്റ് ഒന്നിച്ച് വെച്ചാൽ തന്നെ വളരെ ഭംഗിയായിരിക്കും. സാധാരണ ഇത്ര നീളമുള്ള ഇലകൾ അങ്ങനെ കണ്ടിട്ടില്ല. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ഗ്രീൻ ഐഡിയ അറിയാത്ത ഈ ഗ്രീൻ പ്ലാന്റ്. ഇതിന് പ്രൈസ് വരുന്നത് 100 രൂപയാണ് സിംഗിൾ പ്ലാന്റിന്. 2 പ്ലാന്റും കൂടെ ഒന്നിച്ചുള്ള കോംബോയ്ക്ക് 160 റുപ്പീസ്, 160 രൂപയാണ് പ്രൈസ് വരുന്നത്. നല്ല നീളമാണ്. ഇത്ര നീളമുള്ള ഇലകളുള്ള അഗ്ലോണിമ ഞാൻ അധികം കണ്ടിട്ടില്ല. നാരോ ആയിട്ട് നീളമുള്ള അഗ്ലോണിമയാണ്. ഇതിന് മുമ്പ് കണ്ട ഫയർ റെഡൊക്കെ തന്നെ ചെറിയ പൊട്ടി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെറുതായിട്ടിരിക്കുന്നത്. നമ്മൾ പോട്ട് മാറ്റി നടുമ്പോൾ തന്നെ അതിന് സൈസിനൊക്കെ മാറ്റം വരും. അടുത്തത് ഈ പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 180 രൂപ സിംഗിൾ പ്ലാന്റിന്. ഇപ്പോൾ കോംബോ ആയിട്ട് 2 പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ 350 രൂപ വരും പ്രൈസ്. അടുത്തത് ഈ കലാത്തിയാണ്, കലാത്തിയ മെഡലിയനാണ്. ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിന് പ്രൈസ് വരുന്നത് 110 രൂപ. 2 ഷൂട്ടുള്ള ഈ പ്ലാന്റ് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ 200 രൂപ. 2 ഷൂട്ടിനും കൂടി 200 രൂപ. സിംഗിൾ ഷൂട്ടാണെങ്കിൽ 110 രൂപ, 110 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരുന്നത്. നല്ല ഭംഗിയുള്ള കലാത്തിയാണ്. അടുത്തത് വൈറ്റ് ലക്കാച്ചിയുടെ ഈ പ്ലാന്റാണ്. 2 ഷൂട്ട്സ് ഉണ്ട്. 2 ഷൂട്ട്സിനും കൂടെ പ്രൈസ് വരുന്നത് 260 രൂപ, 260 റുപ്പീസാണ്. ഇനി സിംഗിൾ പ്ലാന്റാണ് എടുക്കുന്നതെങ്കിൽ 150 റുപ്പീസ്, 150 രൂപയാണ് പ്രൈസ് വരുന്നത്. 2 പ്ലാന്റൊക്കെ വാങ്ങി ഒന്നിച്ച് ഒരു പോട്ടിൽ വെക്കുന്നതാണ് നല്ലതായിട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയും വാങ്ങാം. അടുത്ത് വരുന്നത് പിങ്ക് ലെഗസി എന്ന ഐഡിയയിൽ വന്ന ഈ പ്ലാന്റാണ്. പിങ്ക് ലെഗസിയുടെ ഇലകൾ സാധാരണ കുറച്ചുകൂടി ഒരു നാരോ ആയിട്ട് എഡ്ജ് ഇങ്ങനെ ഷാർപ്പായിട്ടിരിക്കുന്നതാണ്. പക്ഷേ ഇതും പിങ്ക് ലെഗസിന്ന് തന്നെ ഐഡിയയിൽ വന്നതാണ്. മീഡിയം സൈസ് പ്ലാന്റ് ആയതുകൊണ്ടാകാം ഇങ്ങനെ ആ ലീഫ് കുറച്ചുകൂടെ വലുതാകുമ്പോൾ മാറുമായിരിക്കും. പിങ്ക് ലെഗസിക്ക് 200 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇത് അഞ്ചുമാൻ പിങ്കിന് ഇതിനും 200 രൂപയാണ് പ്രൈസ് വരുന്നത്. പിങ്ക് ലെഗസി ആദ്യം കാണിച്ചു, അതിന് 200 രൂപ, 200 റുപ്പീസാണ്. ഇതിനും 200 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. അടുത്തത് ഐസ്ബർഗിൻ്റെ ഈ പ്ലാന്റാണ്. ഇത് നല്ല ഭംഗിയുള്ള റയാൻ ഗോൾഡിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 230 രൂപ, 230 റുപ്പീസാണ് ഐസ്ബർഗിന് പ്രൈസ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ഐസ്ബർഗ് പ്ലാന്റും. ഇതിലേതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ടോ മെസ്സേജോ അയയ്ക്കുക. ദയവായി കോൾ അവോയ്ഡ് ചെയ്യുക. എല്ലാ ടൈമും കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടാണ്. അടുത്തത് ഈ ഗ്രീൻ പപ്പായയുടെ ഈ പ്ലാന്റാണ്. മദർ പ്ലാന്റ് തന്നെയാണ്, നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 230 രൂപ, 230 റുപ്പീസാണ്. എല്ലാ പ്ലാന്റ്സും ഒരേ സൈസ് ആകണമെന്നില്ല. ചിലതിന് ഇച്ചിരി വലിപ്പം കുറഞ്ഞതും കൂടിയതുമുണ്ട്. ഇത് ഗോൾഡൻ പപ്പായയാണ്. ഇതിനും അതേ പ്രൈസ് തന്നെയാണ്, 230 രൂപ. ഇപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഇച്ചിരി കുറവാണെങ്കിൽ അതിനിപ്പോൾ 10 രൂപയൊക്കെ വിലയ്ക്ക് കുറവ് വരും.
ഇത് ഈ സൈസ് വരുന്ന പ്ലാന്റിൻ്റെ പ്രൈസാണ് പറഞ്ഞത്. അടുത്ത പ്ലാന്റ് വരുന്നത് വൈറ്റ് ടൈഗറിൻ്റെ ഈ പ്ലാന്റാണ്. വൈറ്റ് ടൈഗറിൻ്റെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഗ്രീൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ലൈറ്റ് യെല്ലോ കളറൊക്കെ നടുക്കൂടെ വരുന്ന ഈ പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. 150 രൂപ, 150 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഇതും അടുത്തത് ഫ്രോസൺ ആണ്. ഫ്രോസൺ, തായ് ഫ്രോസൺ. ഇതിന് പ്രൈസ് വരുന്നത് 330 രൂപ, 330 റുപ്പീസാണ്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. പല ലൈറ്റ് കളറുകൾ പലതും ഇലകളിൽ കാണാൻ പറ്റുന്ന ഒരു അഗ്ലോണിമയാണിത്. എല്ലാവരും വാങ്ങി വെക്കണമെന്നൊക്കെ വിചാരിക്കുന്നൊരു പ്ലാന്റാണ്. അടുത്തത് ബിഗ്രോയിയാണ്. ബിഗ്രോയിയുടെ ഈ പ്ലാന്റിന് പ്രൈസ് വരുന്നത് 220 രൂപ. ഇതും പല കളറുകളുള്ള ഒരു കോമണായ ഒരു അഗ്ലോണിമയാണ്. മിക്കവാറും എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു അഗ്ലോണിമയാണെങ്കിലും നല്ല ആൾക്കാരെ ആകർഷിക്കുന്ന കളറുള്ള ഒരു പ്ലാന്റാണ്. അടുത്തത് ഹെങ്ങിൻ്റെ ഈ പ്ലാന്റാണ്. ഈ പ്ലാന്റ് മദർ പ്ലാന്റ് ആയവയാണ്, ഫ്ലവറൊക്കെ വന്ന പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 230 രൂപയാണ്. 2 ഷൂട്ട്സ് ഉള്ള പ്ലാന്റും അവൈലബിൾ ആണ് ഹെങ്ങിൻ്റെ. നല്ല കളറൊക്കെ വരുന്നത്, പക്ഷേ ഇതിനധികം കളറൊന്നും ആയില്ല. കളറ് നമ്മൾ സൺലൈറ്റിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിലും കളറുകൾക്കൊക്കെ മാറ്റം വരും. സ്റ്റാർ ഡസ്റ്റൊക്കെ നമ്മൾ ചെറിയ വെയിൽ കൊള്ളുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല റെഡ് കളറൊക്കെ കയറി വരും. ഇത് 2 ഷൂട്ടുള്ള പ്ലാന്റും അവൈലബിൾ ആണ്. എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു. ലൈക്കായും കമൻറ്റായും സബ്സ്ക്രൈബ് ചെയ്തുമെല്ലാം തുടർന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. See you again.